ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ 3 നിറത്തിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കളറിലുള്ളത് ഇല്ലെങ്കിൽ ഗ്രീൻ കളർ മാത്രമുള്ളത് എടുത്താലും മതി. ഞാനിപ്പോൾ ഇത് മൂന്നും കിട്ടിയത് കൊണ്ട് 3 എടുത്തു എന്ന് മാത്രം. പിന്നെ നമ്മളെ ന്യൂഡിൽസ് കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ക്യാപ്സിക്കം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഇൻഡോമിയുടെ ന്യൂഡിൽസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ന്യൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിൽ എത്ര ന്യൂഡിൽസാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ തിളപ്പിച്ച വെള്ളത്തിലേക്കാണ് ഈ ന്യൂഡിൽസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്കുള്ള മസാലകളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. അത് ഒന്ന് വെള്ളം വറ്റാനായി വരുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ന്യൂഡിൽസ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് തിളച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിലതിൽ ഒരു ഓയിലും കൂടെ വരാറുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് അതേപോലെ തന്നെ ചിലപ്പോൾ ഫുള്ളൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല, കുറച്ചധികം ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ അതിൽ ഒരു പേക്കൊക്കെ ഒഴിവാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള സവാളയും ക്യാപ്സിക്കൊക്കെ അരിഞ്ഞു വെക്കണം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ചിക്കന് ഏത് വിധത്തിൽ വേണമെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിച്ചെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് 3 തരത്തിലുള്ള ക്യാപ്സിക്കവും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഈ ക്യാപ്സിക്കവും ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികമാകരുത്, കാരണം ന്യൂഡിൽസിൽ ഉപ്പുള്ളതാണ്. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ചിക്കന് ഫ്രൈ ചെയ്തെടുത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ന്യൂഡിൽസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ന്യൂഡിൽസ് പറ്റ വെള്ളം വറ്റിച്ചെടുക്കരുത്, ചെറിയൊരു വെള്ളത്തോട് കൂടെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ ന്യൂഡിൽസും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ഈ ക്യാപ്സിക്കൊക്കെ എത്തുന്ന വിധത്തിൽ, അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് കൊടുത്ത കുരുമുളക്, ചാട്ട് മസാല ഇതൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് മുട്ട വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്താണ് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. മുട്ട നന്നായിട്ട് ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക. അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ സോസേജ് വെച്ചിട്ടും ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ചിക്കൻ സോസേജ് വെച്ച് ചെയ്തപ്പോൾ ഞാനെടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.